എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും യു കെയിലെ ILRൻ്റെ കാലാവധി നീട്ടാൻ പോകുന്നു, പബ്ലിക് കൺസൾട്ടേഷൻ പിന്നെ വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ ന്യൂസ് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. The starting point for settlement will move from 5 years to 10. To ensure this is earned, new criteria will be added, which will act as a disqualifying bar for those who do not meet them. ഷബാന മഹ്മൂദ് പറഞ്ഞ 5 റിക്വയർമെൻറ്റ്സ്, ആ 5 റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാത്തവരാണ് പിന്നെ ILR ഡിസ്ക്വാളിഫൈഡ് ആവുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. തന്നെ അവർ പറയണത് ക്രിമിനൽ റെക്കോർഡ് പാടില്ല, എന്തെങ്കിലും ക്രിമിനലുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഈ ക്രൈറ്റീരിയ അവർക്ക് ബാധകമല്ല, അവർ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നാണ് പറയണത്. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു റിക്വയർമെൻറ്റാണ് പിന്നെ ഇവിടുത്തെ നാഷണൽ ഇൻഷുറൻസ്, അതായത് നമ്മൾ ജോലി ചെയ്യുന്നത് ഇവർക്ക് ടാക്സ് കൊടുത്തിട്ട് പിന്നെ കറക്റ്റായിട്ട് പിന്നെ എത്ര നാളും ജോലി ചെയ്തവർക്ക് ഈ റിക്വയർമെൻറ്റ്സ് അത് അവർക്ക് ഇത് ബാധകമല്ല, അവർക്ക് ഈ പറഞ്ഞ അവർ ഡിസ്ക്വാളിഫൈഡ് അല്ല ആയിട്ട് പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കടം എടുക്കാതെ, അതായത് ഇവിടുത്തെ ബെനിഫിറ്റ്സ് ഒന്നും ക്ലെയിം ചെയ്യാത്ത ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമായിട്ട് വരില്ല, ILRൻ്റെ ഒരു പ്രശ്നം വരില്ല എന്നാണ് അവർ പറഞ്ഞത്.